ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങളുടെ ഐതിഹാസികമായിട്ടുള്ള അല്ലെങ്കിൽ കുറേ വർഷങ്ങൾ പാരമ്പര്യമായിട്ടുള്ള ഏകദേശം ഒരു 600 വർഷങ്ങൾ പാരമ്പര്യം അവകാശപ്പെടുന്ന ഒരു തിരുവഴിയാട് വേലയാണിന്ന്. കൂത്തഭിഷേകം എന്നറിയപ്പെടുന്നത്. കൂത്തഭിഷേക വേല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ശരിക്കും പറഞ്ഞാൽ രാമായണത്തിൻ്റെ ഒരു കഥ പാവക്കൂത്ത് നടത്തിയിട്ട് അതിൽ രാമനും സീതയും കൂടിയിട്ടുള്ള പട്ടാഭിഷേകം, കല്യാണം കഴിഞ്ഞ് പട്ടാഭിഷേകം നടത്തുന്ന ഒരു സന്ദർഭത്തെയാണ് ഞങ്ങളിവിടെ കൂത്തഭിഷേകം എന്ന് പറയുന്ന ഒരു പേര് നടത്തുന്നത്. അത് ഞങ്ങളുടെ തിരുവഴിയാട് നരസിംഹസ്വാമി ക്ഷേത്രം, കേരളത്തിൽ ആകെപ്പാടെ ഒരു 3 ക്ഷേത്രങ്ങൾ ഉണ്ടായതായിട്ടാണ് ഞങ്ങൾക്കറിവ്. അതിലെ ഒരു ക്ഷേത്രമാണ് നരസിംഹസ്വാമി ക്ഷേത്രം. ആ നരസിംഹസ്വാമി ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്നും 3 ആനയോടുകൂടി അകമ്പടിയോടുകൂടി അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ശേഷം അവിടെ നിന്ന് ഏകദേശം ഒരു 1 കിലോമീറ്റർ ഡിസ്റ്റൻസിലുള്ള കോഴിക്കാട്ട് ഭഗവതി ക്ഷേത്രത്തിൻ്റെ അവിടെ വെച്ചിട്ടാണ് ഇത് ഫിനിഷ് ചെയ്യുന്നത്. അവിടെ വെച്ച് കൊട്ടും കുരുവിയും പഞ്ചവാദ്യവും അതുപോലെ മറ്റുള്ള വാദ്യങ്ങളോടുകൂടി ആനയോടുകൂടി ആ അഭിഷേകം അവിടെ നിന്ന് കൂത്ത് നടത്തുന്ന ആ ഭാഗത്തേക്ക് എത്തുകയും അവിടെയോടുകൂടി അഭിഷേകത്തിൻ്റെ അവസാനം നടക്കുകയും അതിനുശേഷം ഇവിടെ ഗംഭീരമായിട്ടുള്ള വെടിക്കെട്ട് നടത്തുകയും ചെയ്യുകയായിരുന്നു. ഒരു 3 വർഷം ഏകദേശം കോവിഡിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ വളരെ മോശമായ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലുള്ള ഒരു ആചാരങ്ങളും ഇല്ലാതെ പോയി. പക്ഷേ അതിനോടനുബന്ധിച്ച് ഇപ്രാവശ്യം കംപ്ലീറ്റ് 3 വർഷത്തിൻ്റെ ആ ക്ഷീണം തീർക്കുന്ന രീതിയിലാണ് ഇന്നത്തെ ഗംഭീരമായിട്ടുള്ള വെടിക്കെട്ട് നടത്താൻ പോകുന്നത്. അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രകൃതിയും അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഇണങ്ങിയ രീതിയിൽ കണ്ടോ, ആകാശമെല്ലാം തന്നെ ഞങ്ങൾക്ക് അതിഗംഭീരമായിട്ട് നമ്മുടെ പ്രകൃതി ഞങ്ങൾക്ക് അംഗീകരിക്കുന്നുണ്ട്. പ്രകൃതി നല്ല രീതിയിൽ ഞങ്ങൾക്ക് സഹകരിക്കുന്ന രീതിയിലാണ്. നല്ല നിർമ്മലമായി നല്ല സുന്ദരമായിട്ടുള്ള പ്രകൃതി കണ്ടോ. ആകാശത്തിനെല്ലാം മേഘങ്ങൾ തന്നെ പല രീതിയിലുള്ള ഇതോടുകൂടി പല വർണ്ണങ്ങളോടുകൂടി ആകാശത്ത് കാണുന്നുണ്ട്. അതേപോലെ തന്നെ എന്താ പറയുക, ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് ഇത് പാടത്തെ കിണർ എന്ന് പറയുന്ന ഞങ്ങളുടെ ഇതിഹാസമായിട്ടുള്ള ഞങ്ങളുടെ ഒരു കിണറാണ്. എൻ്റെ ചെറുപ്പം മുതലും ഞങ്ങൾ ഇവിടെ നിന്നാണ് വെള്ളം കോരിക്കൊണ്ട് പോകാറ്. അതിലാണ് ഇപ്പോൾ ബോർ വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഇതിഹാസികമായിട്ടുള്ള ഒരു എന്താ പറയുക, ഇതാ ഞങ്ങളുടെ മലയുടെ അടുത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള മലയാണ് അകിൽ മുടിച്ചി എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷേ അകിൽ മുറിച്ചിട്ടുള്ള ഏറ്റവും കൂടുതലും ഉള്ള ഒരു അമ്പലമായിട്ടാണ് ഇതിഹാസം പറയുന്നത്. അതിന് അകിൽ മുടിച്ചി എന്ന് പറഞ്ഞ പേരും വെച്ചിട്ട് ഇപ്പോൾ അയിൽ മുടിച്ചി എന്നാണ് എളുപ്പത്തിൽ പറയുന്നത്. ആ മലയുടെ താഴ്വശമുള്ള ഇതെല്ലാം തന്നെ പച്ച പാടങ്ങളാണ്. ഇപ്പോൾ പാടങ്ങളെല്ലാം നെൽകൃഷിയെല്ലാം കൊയ്ത് കഴിഞ്ഞ് നല്ല രീതിയിലുള്ള ഒഴിവാക്കിയിട്ടിരിക്കുന്ന സമയമാണ്. വേനൽക്കാലത്ത് ഇതിന് ഒഴിവാക്കിയ ശേഷം ഓക്സീകരണം നടത്താൻ വേണ്ടിയിട്ടുള്ള ഭൂമിയുടെ ഘടനയ്ക്ക് വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ആ പാടത്താണ് ഇപ്പോൾ വൈകിട്ട് വെടിക്കെട്ടിൻ്റെ സംവിധാനം നടക്കുന്നത്. അപ്പോൾ ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഒരു സുന്ദരമായിട്ടുള്ള ഔട്ടും അതുപോലെ തന്നെ ഗംഭീരമായിട്ടുള്ള ഒരു വെടിക്കെട്ടും ചെറിയ രീതിയിലാണെങ്കിലും ഞങ്ങളുടെ 3 ആനകളോട് കൂടിയിട്ടുള്ളൊരു പരിപാടിയാണ് ഞങ്ങളുടെ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പരിപാടി നടക്കുന്നത്. ഗംഭീരമായിട്ടുള്ള പരിപാടിയാണ്. രാവിലെ മുതൽ ഉച്ചയ്ക്ക് വെടിക്കെട്ട് കൊട്ടും കൂടി സ്റ്റാർട്ട് ചെയ്ത്. ഇപ്പോൾ അതുപോലെ തന്നെ പ്രകൃതി ഒരു ഭാഗത്ത് ഞങ്ങൾക്ക് സഹകരിക്കുന്ന പോലെ ദൂരെ നിന്നും ഇടിമിന്നൽ കാണിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് പടക്കം പൊട്ടിച്ചോളൂ എന്നുള്ളൊരു സൂചന നൽകുന്ന പോലെ തോന്നുന്നു. പക്ഷേ എന്നാലും ദൂരെയാണ് പൊട്ടുന്നത്, കുഴപ്പമില്ല. എന്നാലും ബാക്കിയുള്ള പ്രകൃതി എല്ലാം തന്നെ കുഴപ്പമില്ല, നിങ്ങൾ ശാന്തമായിരിക്കൂ, ഞങ്ങൾ കൂടെയുണ്ട് എന്നുള്ള രീതിയിലാണ് ഞങ്ങൾക്ക് പ്രകൃതി കാണിച്ചു തരുന്നത്. കുറച്ചുകൂടി കഴിഞ്ഞാൽ നമ്മൾ ഗംഭീരമായിട്ടുള്ള വെടിക്കെട്ട് കാണാം. അപ്പോൾ അതിനുശേഷം അടുത്ത ഭാഗം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ വിട വാങ്ങുന്നു.